സിമ്പിൾ ആയിട്ട് ഒരു ലോഗിൻ പേജ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അതിന്റെ പ്രിവ്യൂ നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പോവുകയെന്ന്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബ്ലോക്കിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഒന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യണം, ഒന്ന് റൈറ്റ് എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. റൈറ്റ് സൈഡിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തലക്കെട്ട്, കുറച്ച് എന്തെങ്കിലും ഒരു പാരഗ്രാഫ്, പിന്നെ നമ്മൾ യൂസർ നെയിം അടിക്കാനുള്ള ഫീൽഡും പാസ്വേഡ് അടിക്കാനുള്ള ഫീൽഡും ഒരു ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ. അപ്പൊ ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ട് ഇതേപോലത്തെ സിമ്പിൾ ആയിട്ട് ഒരു ലോഗിൻ പേജ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ബ്ലോക്കിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ബാക്ക്ഗ്രൗണ്ടും റൈറ്റ് സൈഡിൽ കണ്ടന്റ് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡിവ് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ ഡിവ് ടാഗിന് ഞാൻ പേര് കൊടുക്കുകയാണ് കണ്ടെയ്നർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ രണ്ട് ചിൽഡ്രൻസ് ക്രിയേറ്റ് ചെയ്യണം. ഡിവ് ടാഗിന്റെ രണ്ട് ചിൽഡ്രൻസ്. അപ്പൊ അതിന് ഒന്നിന്റെ പേര് ഞാൻ ലെഫ്റ്റ് എന്ന് കൊടുത്ത്, അതേപോലെ അടുത്തൊരു ഡിവ് ടാഗിന്റെ പേര് റൈറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേക്ക് വേണ്ടി ഞാൻ ഇവിടെ കണ്ടന്റ് കൂടി കൊടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഡാറ്റാസ് വന്നു, ബിജിയും കണ്ടന്റ്. ഇനി നമ്മൾ എന്താണ് ചെയ്യാനുള്ള, ഇതിനെ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഈ കണ്ടന്റ് എന്ത് ചെയ്യണം, ഇതേ രീതിക്ക് ഈ ബിജിയുടെ തൊട്ടടുത്ത് തന്നെ വരണം. നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ആ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഇന്റേണൽ സ്റ്റൈലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹെഡിന്റെ അകത്ത് പോവുക, സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുക. അതിന്റെ അകത്ത് ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണ മുമ്പ് ഗ്യാപ്പിംഗ് അല്ലെങ്കിൽ സ്പേസിംഗ് മൊത്തം ക്ലിയർ ആക്കി കളയുക. ഇപ്പൊ ചില ബ്ലോക്ക് എലമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഡിഫോൾട്ട് ആയിട്ട് തോന്നുന്ന എന്ത് വരും, സ്പേസിംഗ് വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യത്തെ ഈ 3 ലൈൻ. സ്റ്റാറിനുള്ളിനകത്ത് എന്ത് കൊടുക്കണം, മാർജിൻ 0, അത് കണക്ക് പാഡിങ് 0, അത് കണക്ക് ബോക്സ് സൈസിങ് ബോക്സ്. ഇപ്പൊ സ്റ്റാറിനുള്ളിൽ കൊടുക്കുന്നതിന് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എലമെന്റും എല്ലാ ടാഗും ഈ 3 പ്രോപ്പർട്ടീസ് ഫോളോ ചെയ്ത് പോകണമെന്ന് അർത്ഥം. ഈ പ്രോപ്പർട്ടിയിൽ അത്ര ഒന്നുമില്ല, ഗ്യാപ്പ് ആവശ്യമില്ലാത്ത സ്പേസിംഗ് ഉണ്ടെങ്കിൽ അത് മൊത്തം അവോയ്ഡ് ചെയ്ത് കളയും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ കണ്ടെയ്നറിനെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ക്ലാസ് നെയിം വെച്ചാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഡോട്ട് യൂസ് ചെയ്യണം. ഡോട്ട് സെലക്ടർ ആണ് യൂസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഏത് എലമെന്റ് ആണോ ഡിസൈൻ ചെയ്യാനുള്ളത് അതിന്റെ ക്ലാസ് നെയിം പറഞ്ഞിരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ റെഫറൻസിന് കൊടുക്കാം അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ബ്ലോക്ക്. ഈ ബ്ലോക്കിന് എന്ത് ചെയ്യണം, വിട്ട് ഓക്കെ ആയി. ഇനി നമ്മൾ ഹൈറ്റ് ഇതായിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഹൈറ്റിന്റെ അകത്ത് 100 VH എന്ന് പറഞ്ഞ് കൊടുക്കണം. VH കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രോപ്പർ ആയിട്ട് ബ്രൗസറിന്റെ വ്യൂ ചെയ്യുന്ന ഹൈറ്റുമായിട്ട് മാച്ച് ആവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ PX ഒക്കെ കൊടുക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും റിസൾട്ട്, അതേ പകരം ശതമാനം കൊടുത്താലും കേട്ടാ ഇതായിരിക്കും വരുന്നത്. അപ്പൊ ഏറ്റവും നല്ലത് VH ആണ്. വ്യൂ പോർട്ട് ആയിട്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ കണ്ടന്റിനെ ഇപ്പുറത്ത് കൊണ്ടുവരണം, ലെഫ്റ്റും റൈറ്റും ആക്കണം, അലൈൻ ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഡിസ്പ്ലേ ഫ്ലെക്സ്. ഇനി എന്ത് ചെയ്യണം, ലെഫ്റ്റിന് ഇത്ര ഒരു സ്പേസിങ് കൊടുക്കണം, മീൻസ് ലെഫ്റ്റിന് ഇത്ര വിട്ടും സെറ്റ് ചെയ്യണം, റൈറ്റിന് ഇത്ര വിട്ടും സെറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് ഡിസൈൻ ചെയ്യാം. കണ്ടെയ്നറിനുള്ളിലാണ് ആരിയിരിക്കുന്നത്, ലെഫ്റ്റും റൈറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡോട്ട് കണ്ടെയ്നർ ഡോട്ട് ലെഫ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെഫറൻസിന് വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ. അപ്പൊ തൽക്കാലം ബ്ലൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വിഡ്ത്ത് 60%. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർസെന്റേജ് നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ വിഡ്ത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് എന്തും കിട്ടി, അതിന്റെ ഹൈറ്റും കിട്ടി. റീസൺ എന്താണ്, HTML ഒരു ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പ് ആണ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത്. അപ്പൊ പാരന്റിന് ഞാൻ ഒരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഹൈറ്റ് ആരൊക്കെ ഇൻഹെറിറ്റൻസ് ചെയ്തെടുക്കാൻ പറ്റും, നമ്മളെ ചൈൽഡിനും ഇൻഹെറിറ്റൻസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതേപോലെ ആരെ ഡിസൈൻ ചെയ്യണം, റൈറ്റിനെ സെറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ലെഫ്റ്റ് മാറ്റിയിട്ട് റൈറ്റ് എന്ന് കൊടുക്കുക, കളർ ഗ്രീൻ എന്ന് കൊടുക്കുക റെഫറൻസിന് വേണ്ടി. ഓക്കെ, ഇവിടെ വിഡ്ത്ത് 60 അല്ല 40 ആണ്. 60 40 ആകുമ്പോൾ എത്രയാവും, 100. നമ്മളെ പേരന്റിന്റെ വിഡ്ത്ത് 100 ആണ്, ഇത്രയുണ്ട്. പേരന്റിന്റെ വിഡ്ത്ത് ഇത്രയുണ്ട്. അപ്പൊ അതിന്റെ 60% ലെഫ്റ്റും 60% ലെഫ്റ്റും 40% റൈറ്റും ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ കണ്ടന്റ് എല്ലാം മാറ്റാം, ആ റെഫറൻസ് ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാം. ഓക്കെ, ഇപ്പൊ പ്ലെയിൻ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാം. ആൾറെഡി ഞാൻ ഒരു ഇമേജ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ പേര് ഞാൻ കോപ്പി ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്തത്. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന പ്രോപ്പർട്ടി, അതിൻ്റെ അകത്ത് URL സിംഗിൾ കോഡ്സിന്റെ അകത്ത് ഇമേജ് നെയിം ഡോട്ട് അതിന്റെ എക്സ്റ്റൻഷൻ, അതിന്റെ ഇമേജ് വന്നു. അപ്പൊ വേറെ ഏതെങ്കിലും ഇമേജ് നെറ്റിൽ കൂടെ എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഇമേജ് സെലക്ട് ചെയ്യുക.
ഏത് ഇമേജ്? ഈ ഒരു ഇമേജ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഇമേജ് അഡ്രസ്സ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. പിന്നെ ലോക്കലായിട്ട് ഒരു ഇമേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇമേജിന്റെ ഫയൽ നെയിം ഡോട്ട് അതിന്റെ എക്സ്റ്റൻഷൻ സെയിം ഫോൾഡറിലായിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ പാത്ത് ഡിഫൈൻ ചെയ്ത് നോക്കണം. വേറെ ഫോൾഡറിനുള്ളിലാണ് ഇരിക്കണമെങ്കിൽ അതിന്റെ പാത്ത് ഫുള്ള് ഡിഫൈൻ ചെയ്ത് നോക്കണം. ഓക്കെ. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് ആയി. ഇപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ടിനകത്ത് എന്തായി? അത് പെർഫെക്റ്റ് ആയില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു റെപ്പറ്റേഷനും മാറ്റണം, ഇതിന്റെ അലൈൻമെന്റും മാറ്റണം. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം റെപ്പറ്റേഷൻ മാറ്റാം. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ്, നോ റിപ്പീറ്റ്, റെപ്പറ്റീഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഫുള്ള് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ ഫിറ്റ് ആയി. ഇനി അത് സെന്റർ കൊണ്ടുവരാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് പൊസിഷൻ സെന്റർ. ഓക്കെ. അപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിന്റെ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് എന്താണ് ചെയ്യാനുള്ള? റൈറ്റ് സൈഡിൽ ഡേറ്റാസ് കൊടുക്കണം. ഒരു ഹെഡിങ്, അത് കണക്ക് എന്തെങ്കിലും ഒരു പാരഗ്രാഫും നമ്മളെ ഇൻപുട്ട് ഫീൽഡുകളും ബട്ടൺ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പുതിയൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യാണ്, ഇൻഫർമേഷൻ. ജസ്റ്റ് ഒന്ന് എല്ലാത്തിനെയും ഒന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. എന്നിട്ട് ഒരു H1 ടാഗിൻ്റെ അകത്ത് എന്ത് കൊടുക്കാം? ടെസ്റ്റ് സ്കിപ്പ്, അങ്ങനെയുള്ള ഹെഡിങ് എല്ലാം കൊടുക്കാം. ഓക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? എലമെന്റ്സ് എല്ലാം കൊടുത്ത് പോവാം. ഓക്കെ, ഇതിനൊരു പാരഗ്രാഫ് ടാഗിൻ്റെ അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്. ടാഗിൻ്റെ അകത്ത് ഹാഷ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ്, ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് നൗ. ഓക്കെ, എന്നിട്ട് ഇറ്റ് ഈസ് ഫ്രീ, tag less than a minute. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഫോം ടാഗ്, ആക്ഷൻ മെത്തേഡ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് എന്ത് കൊടുക്കാം? ഇൻപുട്ട് ഫീൽഡ്. ഒരു ഇൻപുട്ട് ഫീൽഡ് എന്തായിരിക്കണം? ഓക്കെ. അപ്പൊ അറിയാൻ വേണ്ടി പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് യൂസർ നെയിം ഫോർ ഇമെയിൽ. അതേപോലെ അടുത്തൊരു ഇൻപുട്ട് ഫീൽഡിൻ്റെ അകത്ത് ടെക്സ്റ്റ് മാറ്റിയിട്ട് പാസ്വേഡ്, പ്ലേസ് ഹോൾഡറിൻ്റെ അകത്ത് പാസ്വേഡ്. ഇനി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ആ ബട്ടന്റെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? ലോഗിൻ. ഓക്കെ, എല്ലാം ഓക്കെ. വേണമെങ്കിൽ താഴെ ലോഗിൻ വിത്ത് ഗൂഗിൾ അങ്ങനെ അങ്ങനത്തെ ഒരു ബട്ടനും കൂടി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. ആങ്കർ ടാഗിന്റെ ഹാഷ് ഒന്ന് കൊടുക്കുക. അതിനൊരു പേര് കൊടുക്കുകയാണ്, അക്കൗണ്ട് പേര് കൊടുക്കുകയാണ്. എന്നിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ. ഓക്കെ, എല്ലാത്തിനും തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാരഗ്രാഫിൻ്റെ അകത്ത് ഫോർഗെറ്റ് വേണോ? ഫോർഗെറ്റ് പാസ്വേഡ്, ഫോർഗെറ്റ് പാസ്വേഡ്. പിന്നെ ഒരു ആങ്കർ ടാഗിൻ്റെ അകത്ത് ഒരു ക്ലാസ് ടൈം കൊടുക്കാം, ഫോർഗെറ്റ്. എന്നിട്ട് കൊടുക്കാം ക്ലിക്ക് ഹിയർ. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഈ കണ്ടന്റ് മൊത്തം എന്ത് ചെയ്യണം? എനിക്ക് റൈറ്റ് സൈഡിന്റെ മിഡിലായിട്ട് വേണം. ഏതാണ്ട് മിഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ആയിട്ട് വരും. ഒരു ഏകദേശം ഈ ഒരു പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കണ്ടന്റിനെ കൊണ്ടെത്തിക്കണം. ഓക്കെ, അപ്പൊ അതിന് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓക്കെ, കണ്ടെയ്നർ റൈറ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ റിലേറ്റീവ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റിന്റെ അകത്ത് വീണ്ടും എന്തുണ്ട്? ഒരു ഡിവ് ടാഗ് ഉണ്ട്. അതിന്റെ പേരാണ് ഇൻഫർമേഷൻ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റൈൽ ചെയ്യണം. കണ്ടെയ്നർ ഡോട്ട് റൈറ്റ് ഡോട്ട് ഇൻഫോർമേഷൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിനെ പൊസിഷൻ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യണം. അബ്സല്യൂട്ട്. പാരന്റിന് റിലേറ്റീവും ചൈൽഡിന് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് 50%, അത് കണക്ക് ലെഫ്റ്റിൽ നിന്ന് 50%. അപ്പൊ ഏതാണ്ട്
വരും. പെർഫെക്റ്റ് ആയില്ല. ഇതിന് എന്ത് ചെയ്യണം? അടുത്തൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കട്ട് ചെയ്തോളാം. ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റിൻ്റെ അകത്ത് ഇവിടെ 2 50 50 കൊടുത്താൽ പോസിറ്റീവ് നമ്പർ, ഇവിടെ അതിന്റെ നെഗറ്റീവ് വാല്യൂ കൊടുത്തിരുന്നാൽ മതി. -50%, -50%. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് എന്തായി, മിഡിലായിട്ട് നമുക്ക് കിട്ടി. മീൻസ് റൈറ്റ് മാത്രം നോക്കുന്നത്, റൈറ്റ് ഇത്ര പോർഷൻ മാത്രം, അപ്പൊ അതിന്റെ ഏതാണ്ട് മിഡിൽ തന്നെ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഫോൺ ഫാമിലി ഫസ്റ്റ് മാറ്റാം. ഫോൺ ഫാമിലി മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ബോഡിക്കുള്ളിൽ ഞാൻ കൊടുക്കുന്നു ഫോണ്ട് ഫാമിലി സാൻസ് റഫ്. ഓക്കെ, വേണമെങ്കിൽ ഡിഫാൾട്ട് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ഫോൺ സൈസും കൊടുക്കാം. ഞാൻ അപ്പോൾ 18px എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇതിനെ കുറച്ച് അലൈൻമെന്റ് ചെയ്യാം. അലൈൻമെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? H1 അലൈൻ ചെയ്യാം. ഇത് ഇത്രയും കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഇത് മൊത്തം കോപ്പി ചെയ്യണ്ട, ഇൻഫർമേഷൻ മാത്രം എടുക്കുക. ഇൻഫർമേഷന്റെ ഉള്ളിലാണ് എന്ത് ഇരിക്കണം? H1 ഇരിക്കണം. H1 എന്ന് കൊടുക്കുക. അതിന് നമുക്ക് എന്ത് കൊടുക്കുക? മാർജിൻ ബോട്ടം 60px. ഓക്കെ, അത് കണക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇതിന് ആ ഒരു ഗ്രേ കളറിലോട്ട് മാറ്റാം. അപ്പൊ വീണ്ടും ഡോട്ട് ഇൻഫർമേഷൻ പി ടാഗിനുള്ളിൽ നമ്മൾ തുടങ്ങണം കളർ ഒരു ഗ്രേ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗ്രേ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി 111 കൊടുത്തിട്ട് ഇത്തിരി പോലെ. ഓക്കെ, കളറിൽ വ്യത്യാസമുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഇതിനും ഒരു മാർജിൻ ബോട്ടം സെറ്റ് ചെയ്ത് കൊടുക്കാം. മാർജിൻ ബോട്ടം ഒരു 10px. ഓക്കെ, 10px ഒരു 20px. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ആങ്കർ ടാഗിന്റെ ഡിസൈനും കൂടി നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാം. ആങ്കർ ടാഗിന്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് എ ലിങ്ക് എ വിസിറ്റഡ്, അത് കണക്ക് കോമയില് എ ആക്റ്റീവ്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഈ അണ്ടർലൈൻ എടുത്ത് കളയാൻ വേണ്ടി ടെസ്റ്റ് ഡെക്കറേഷൻ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു നൈസ് കളർ കൊടുക്കാം. അപ്പൊ കളർ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്യണം. ഓക്കെ, കളർ. ഓക്കെ, വേണമെങ്കിൽ ഇതിന്റെ സൈസ് വേണമെങ്കിൽ ഇനി വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഡിഫാൾട്ട് ആയിട്ട് 18px ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഫോണ്ട് സൈസ് കൊടുത്തിട്ട് എനിക്ക് ഇപ്പൊ 100% കൊടുക്കണമെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18px എന്നായിരിക്കും. വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. ഇനി ഇവിടെ 90 കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും? 18േക്കാളും 90% കുറവായിരിക്കും. കണ്ട, ലൈറ്റ് ആയിട്ട് കണ്ട കുറഞ്ഞു പോകണം. കണ്ട, ആങ്കർ ടാഗ് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ തൽക്കാലം സൈസ് മാറ്റണ്ട. ഓക്കെ, ആങ്കർ ടാഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോമിനെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഫോമിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇൻഫർമേഷന്റെ ഉള്ളിലാണ് ഫോം ടാഗ് ഇരിക്കുന്നത്. അപ്പൊ ഡോട്ട് ഇൻഫർമേഷൻ, അതിനകത്ത് ഫോം. നമുക്കൊന്ന് റെഫറൻസിന് വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഇട്ടെന്ന് കൊടുക്കാം. അപ്പൊ ഫോം മാത്രം ഹൈലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പാഡിങ് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ താഴെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കാം. ഫ്ലെക്സിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലെക്സ് ഡയറക്ഷൻ നമുക്ക് റോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വർക്കായില്ല. അപ്പൊ റോ മാറ്റിയിട്ട് കോളം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ താഴെ ആയിട്ട് വന്നിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റെഫറൻസ് ബാക്ക്ഗ്രൗണ്ട് കളർ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ഇൻപുട്ട് ഫീൽഡിനെ ഡിസൈൻ ചെയ്യാം. ഇൻപുട്ട് ഫീൽഡ് ഈ ബട്ടൺ, ഈ ഒരു ആങ്കർ ടാഗിനെ മൊത്തത്തിൽ അങ്ങ് ഡിസൈൻ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഡോട്ട് ഇൻഫർമേഷൻ ഫോമിനുള്ളിലാണ് ഇൻപുട്ട് ടാഗ് ഇരിക്കുന്നത്. രണ്ട് ഇൻപുട്ട് ടാഗ്, ഒന്ന് യൂസർ നെയിം അടിക്കുന്നത്, ഒന്ന് പാസ്വേഡ് അടിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാപ്പിന് വേണ്ടി മാർജിൻ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഇവിടെ ഗ്യാപ്പ് ഒന്ന് കൊടുത്താലും മതി. ഗ്യാപ്പ് ഒരു 10px എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി പോലും ഗ്യാപ്പ് വരും. കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മാർജിൻ ബോട്ടം കൊടുത്താലും മതി. ഏതായാലും വർക്കിംഗ് തന്നെ. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ പാഡിങ് കൂട്ടാം. പാഡിങ് 10px 20px.
ഓക്കെ, അതിന്റെ സൈസ് കൂട്ടി. ഇനി എന്ത് ചെയ്യാം, ഈ ഒരു ബോർഡർ എടുത്ത് കളയാം. ബോർഡർ നണ്ണാക്കാം. ഓക്കെ, ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡറിന്റെ താഴെ മാത്രം ഒരു വര വന്നാൽ മതി. അപ്പൊ അതിനുവേണ്ടി ബോർഡർ ബോട്ടത്തിന്റെ അകത്ത് 2bx സോളിഡ് ലൈനാണ് എനിക്ക് വരാനുള്ളത്. എന്നിട്ടൊരു കളർ, ഏത് കളർ കൊടുക്കാം? ആങ്കർ ടാഗിന്റെ ആ നീല കളർ തന്നെ കൊടുക്കാം. ഹാഷ് ഹാഷ് ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഫോണ്ട് സൈസും കൂടി കൂട്ടാം. അപ്പൊ എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് കൂട്ടാനാണ്. അപ്പൊ 100% ഡിഫാൾട്ട്. അപ്പൊ ഞാൻ 120 കൊടുത്തു കഴിഞ്ഞാൽ എന്താ, കുറച്ചും കൂടി ലാർജ് ആവും. 120 ഓവറായി, 110 കൊടുക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോക്കസ് ഉണ്ടോ? അപ്പൊ ഈ ഒരു ഫോക്കസിന്റെ കളർ ബ്ലാക്ക് ആണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് എന്ത് ചെയ്യാം, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പൊ 14 കൊടുക്കുകയാണ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഫോക്കസിന്റെ കളർ എന്ത് ചെയ്യണം, എനിക്ക് ഇതേ സെയിം നീല കളറോട് മാറ്റണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക, വീണ്ടും ഡോട്ട് ഇൻഫോർമേഷന്റെ അകത്ത്, ഫോമിന്റെ അകത്ത്, ഇൻപുട്ടിന്റെ അകത്ത് 2 കോളൻ ഫോക്കസ്, 1 കോളൻ ഫോക്കസിന്റെ ഉള്ളിനകത്ത് ഔട്ട്ലൈൻ അല്ലല്ലേ, ബോർഡറിന്റെ അകത്ത് ഈ സെയിം സാധനം കൊടുത്താൽ മതി. ബോർഡർ വർക്ക് ആയില്ലേ? ബോർഡർ വർക്ക് ആയില്ലെങ്കിൽ ഔട്ട്ലൈൻ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഔട്ട്ലൈൻ എന്ന് കൊടുത്തിട്ട് ഇവിടെ ബോട്ടം രണ്ടെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു ഫോക്കസ് ഏരിയ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ബട്ടൺ ഡിസൈൻ ചെയ്യണം. ബട്ടൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ സാധനം കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ആ ഇൻപുട്ട് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക, ബട്ടൺ എന്ന് കൊടുക്കുക. അപ്പൊ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇൻഫർമേഷൻ എന്ന ഡിബിന്റെ അകത്ത് ഫോം എന്ന ഡിബ് ഉണ്ട്. ആ ഫോമിന്റെ അകത്താണ് ബട്ടൺ ഇരിക്കുന്നത്. ഓക്കെ, ബട്ടൺ എന്ത് ചെയ്യാം, നമുക്ക് സെയിം പാഡിങ് കൊടുക്കാം. സെയിം പാഡിങ് എന്ന് പറയുമ്പോൾ ഇതേ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൾസർ കൊടുക്കാം. കൾസർ നമ്മൾ ഇവിടെ ഒരു ആരോ ആണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഒരു കൾസർ പോയിന്റ് കൊടുക്കാം. അപ്പൊ അതിനുവേണ്ടി കൾസർ പോയിന്റർ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്ന് കുറച്ചും കൂടി താഴെ കൊടുത്തേക്ക്, പി ടാഗ്. ഓക്കെ, കുറച്ചും കൂടി മാർജിൻ ടോപ്പ് കൊടുത്തേക്കാം. മാർജിൻ ടോപ്പ് 20px. ഓക്കെ, കുറച്ചും കൂടി ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഈ ബട്ടന്റെ കളർ മാറ്റാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ ഈ കളറായിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ടെക്സ്റ്റ് കളർ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക, 3f. ഇനി എന്ത് ചെയ്യണം, അതിന്റെ ബോർഡർ എല്ലാം എടുത്ത് കളയുക. അപ്പൊ ബോർഡർ 2 കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബട്ടന് കുറച്ചും കൂടി പാഡിങ് കൂട്ടി കൊടുക്കുക, ഒരു 14 ഇട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഫോണ്ട് സൈസ് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് ഒരു 20px. ഓക്കെ, 20 വേണ്ട, ഒരു 19px മാറ്റാം. 19px. എന്നിട്ട് അതിന്റെ എഡ്ജ് എന്ത് ചെയ്യാം, കുറച്ചും കൂടി സോഫ്റ്റ് ആക്കാം. എഡ്ജ് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ബോർഡർ റേഡിയസ് ഞാൻ കൊടുക്കുന്നു, ഒരു 8px കൊടുക്കുകയാണ്. 8px എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതൊത്തി ഇല്ല, നമുക്ക് നടക്കാം, ഒരു 14px ഇട്ട് കൊടുക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ഹോവർ എഫക്റ്റും കൂടി കൊടുക്കാം. എന്ന് വെച്ചാൽ മൗസ് ഇവിടെ ഇട്ട് കൊണ്ടുവരുമ്പോൾ ചെറിയൊരു എഫക്റ്റ്, ഒരു ഗ്ലോയിങ് എഫക്റ്റ് പോലെ. അപ്പൊ അതിനുവേണ്ടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ടെക്നിക്ക് തന്നെ, ഇത്രയും സാധനം കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക, ഒരു കോളൻ ഹോവർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മൗസ് ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി കടുക്കണം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കളർ കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ഇതിന്റെ ഒത്തി ഡാർക്ക് കളറിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഇവിടെ കൊണ്ടുപോകുമ്പോൾ ഒരു കളർ വ്യത്യാസം വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴത്തെ ഈ ഒരു ആങ്കർ ടാഗ് ഒരു ബട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഇതിന്റെ പേര് കണ്ടുപിടിക്കുക. ഇതിന്റെ പേര് ഫോർഗെറ്റ്, കോപ്പി ചെയ്യുക. ഇതിപ്പോ ഫോമിന്റെ ഉള്ളിലാണ് ആങ്കർ ടാഗ് ഇരിക്കണം, അല്ല പുറത്താണ് ഇരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യണം, ഇൻഫർമേഷന്റെ ഉള്ളിലാണ് ഫോക്കസ് ഇരിക്കണം, പക്ഷെ ഫോർഗെറ്റ് ഇരിക്കണം. നോക്കിയാൽ മതി, ഇത് ഇൻഫർമേഷൻ എന്ന ഡിവ്, ആ ഡിവിന്റെ ഇവിടെയാണ് ഇരിക്കുന്നത്, ഇത് ഫോമിനുള്ളിലാണ് ഇരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ബട്ടനെ പോലെ ഡിസൈൻ ചെയ്യാം. അപ്പൊ ഈ സെയിം സാധനം ഉണ്ടല്ലോ, കോപ്പി ചെയ്യുക,
ഇവിടെ കൊണ്ടൊക്കെ പേസ്റ്റ് ചെയ്യുക. ഇത് ആങ്കർ ടാഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ട, ഈ കൾസർ പോയിന്റർ ഡിഫൈൻ ചെയ്ത് കൊടുക്കണ്ട. സോറി, തിരിഞ്ഞു പോയി കേട്ടോ. ഇതായിരുന്നു, സോറി. അപ്പൊ അത് ഫോമിനുള്ളിൽ തന്നെ കേട്ടോ. ഫോം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു ഐക്കണും കൂടി സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിന് ഐക്കണിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഐക്കൺ, ഏത് ഐക്കൺ, ഓക്കെ, ഈ ഐക്കൺ എടുക്കുന്നു. അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് സ്റ്റൈലിന്റെ തൊട്ട് മുമ്പ് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സാധനം കോപ്പി ചെയ്യുക. ആ സ്പാൻ ടാഗ് കോപ്പി ചെയ്തിട്ട് ആങ്കർ ടാഗിന്റെ അവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്ത് കളയുക. ഓക്കെ, ഒരു ഐക്കൺ മതി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ സെയിം അലൈനിൽ കൊണ്ടുവയ്ക്കണം. അലൈനിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് കൊടുക്കാം? ഓക്കെ, ഡിസ്പ്ലേക്കകത്ത് ഇൻബോക്സ്, അത് വേണ്ട. ഡിസ്പ്ലേക്കകത്ത് അത് വേണ്ട. ഇതിന്റെ അകത്ത് അലൈൻ ഐറ്റംസ് സെന്റർ, അതേ കണക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് സെന്റർ കൊടുക്കും. ഇല്ല. ഓക്കെ, ഡിസ്പ്ലേ ഫ്ലെക്സ്. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് ഒരു സെയിം അലൈൻമെന്റിലായി. നമുക്ക് ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഗ്യാപ്പിന് വേണ്ടി കൊടുക്കുക. ഗ്യാപ്പ് അതിന് ഒരു 8 px കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി സെപ്പറേറ്റ് വല്ല വേറെ കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിനകത്ത് വേറെ ഏതെങ്കിലും സെപ്പറേറ്റ് കളർ വല്ല കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഒരു സംഭവത്തിന് ഫോർഗട്ട് പാസ്വേഡിനെ സെന്റർ ആക്കണം. അതിനെ കുറച്ച് താഴോട്ടും കൂടി കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടി ഇത് ഇത്രയും കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യണം, ഇതാണ് ക്ലാസ് നെയിം, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ടെക്സ്റ്റ് അലൈൻ സെന്റർ എന്ന് കൊടുക്കുക. ഇപ്പൊ ഏതാണ്ട് സെന്റർ ആയിട്ടില്ല. ഓക്കെ, റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോം ടാഗിന്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്, ഇൻഫർമേഷൻ ടാഗിന്റെ ഉള്ളിലാണ് ആങ്കർ ടാഗ് ഇരിക്കുന്നത്. ഇവിടെ ഫോം കൊടുത്തുകൊണ്ടാണ് വർക്കാവാത്തത്. ഓക്കെ, ഈ ഒരു ക്ലാസ് നെയിം ആങ്കർ ടാഗിന് പകരം പി ടാഗിന് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് വർക്കായില്ലെങ്കിൽ വേറെ മാർജിൻ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, കുറച്ച് താഴോട്ട് കൊണ്ടുവരണം. അപ്പൊ അതിനു വേണ്ടി മാർജിൻ ടോപ്പ് ഒരു 20 px കൊടുത്താൽ മതി. പിന്നെ പറഞ്ഞു ഇതിൻ്റെ ഒന്ന് ലെങ്ത് ഒന്നും കൂടിപ്പോയി. നിങ്ങളത് ഈ സ്പീഡ് കൂട്ടിയിട്ടൊന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇതേപോലെ സിമ്പിളായിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്യാം. ലോഗിൻ പേജൊക്കെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.